റഷ്യൻ അധിനിവേശത്തിനെതിരെ പോരാടുന്ന യുക്രൈന് യൂറോപ്പിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ പിന്തുണയിൽ വലിയൊരു വിള്ളൽ വീണിരിക്കുകയാണ്. തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷികളിൽ ഒന്നായ പോളണ്ടിൽ നിന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ഇപ്പോൾ കടുത്ത നയതന്ത്ര തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും അംഗത്വം നേടാനുള്ള യുക്രൈന്റെ മോഹങ്ങൾക്ക് മേൽ കരുനിഴൽ വീഴ്ത്തിക്കൊണ്ട് പോളണ്ട് ഒരു വലിയ നിബന്ധന മുന്നോട്ട് വെച്ചതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. യുക്രൈന്റെ ഒരു സൈനിക യൂണിറ്റിന് സെലൻസ്കി നൽകിയ പുതിയ പേരാണ് ഈ നയതന്ത്ര യുദ്ധത്തിന് തിരികൊളുത്തിയത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സജീവമായിരുന്ന യുക്രൈനിയൻ ഇൻസർജന്റ് ആർമിയുമായി ബന്ധമുള്ള ഒരു ബഹുമതി യുക്രൈൻ സൈനിക വിഭാഗത്തിന് നൽകാനുള്ള സെലൻസ്കിയുടെ തീരുമാനമാണ് പോളണ്ടിനെ പ്രകോപിപ്പിച്ചത്. പോളണ്ട് ജനതയുടെ മനസ്സിലുണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്ന ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമാണ് യുപിഎയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ നടപടിക്കെതിരെ പോളണ്ടിലെ രാഷ്ട്രീയ നേതൃത്വം ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. പോളണ്ടിന്റെ പ്രതിപക്ഷ എം പിയായ ഡാരിസ് മാറ്റിക്ക് നൽകിയ മുന്നറിയിപ്പ് സെലൻസ്കിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. പോളണ്ടിലെ ആയിരക്കണക്കിന് നിരപരാധികളെ കൂട്ടക്കുരുതി ചെയ്തവരെ യുക്രൈൻ വീരനായകന്മാരായി ആഘോഷിക്കുന്നത് തുടർന്നാൽ അവർക്ക് നാറ്റോയിലെ യൂറോപ്യൻ യൂണിയനിലോ പ്രവേശനം ലഭിക്കില്ലെന്ന കടുത്ത നിലപാടാണ് മാറ്റിക്ക് വ്യക്തമാക്കിയത്. വോൾഹീനിയ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടവരെ മഹത്വവൽക്കരിക്കുന്ന യുക്രൈന്റെ നടപടികൾ അംഗീകരിക്കാനാകില്ലെന്നും ഇത് തുടർന്നാൽ യുക്രൈന്റെ നാറ്റോ പ്രവേശനത്തെ പോളണ്ട് എതിർക്കുമെന്നുമുള്ള വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. നാറ്റോയിൽ തീരുമാനങ്ങൾ ഏകകണ്ഠേന എടുക്കേണ്ടതുള്ളതിനാൽ പോളണ്ടിന്റെ എതിർപ്പ് യുക്രൈന് വലിയ തിരിച്ചടിയാകും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അരങ്ങേറിയ വോൾഹീനിയ കൂട്ടക്കൊലകളാണ് ഈ പുതിയ നയതന്ത്ര തർക്കത്തിന്റെ കാതൽ. 1943-44 കാലഘട്ടത്തിൽ വോൾഹീനിയയിലും ഈസ്റ്റേൺ ഗലീഷ്യ അരങ്ങേറിയ ഈ കൂട്ടക്കൊലകളിൽ പതിനായിരക്കണക്കിന് പോളിഷ് പൗരന്മാരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. യുക്രൈനിയൻ ഇൻസർജന്റ് ആർമിയായിരുന്നു ഈ കൂട്ടക്കുരുതിക്ക് നേതൃത്വം നൽകിയതെന്നാണ് ചരിത്രം പറയുന്നത്. യുപിഎയുടെ ഈ പ്രവൃത്തിയെ ഒരു വംശഹത്യയാണ് പോളണ്ട് ഔദ്യോഗികമായി കണക്കാക്കുന്നത്. എന്നാൽ യുക്രൈന്റെ ചരിത്ര വീക്ഷണം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. യുപിഎയും അതിന്റെ വിവാദ നേതാവായ സ്റ്റെപാൻ ബന്ധേരയെയും യുക്രൈനിലെ വലിയൊരു വിഭാഗം ജനങ്ങളും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളായാണ് കാണുന്നത്. സോവിയറ്റ് യൂണിയനിൽ നിന്നും പോളണ്ടിൽ നിന്നും യുക്രൈനെ മോചിപ്പിക്കാൻ പോരാടിയ ധീരന്മാരായാണ് അവർ ഇവരെ വാഴ്ത്തുന്നത്. റഷ്യൻ അധിനിവേശത്തിനെതിരെയുള്ള ഇന്നത്തെ പോരാട്ടത്തിലും ബന്ധേരയും യുപിഎയും യുക്രൈൻ സൈനികർക്ക് വലിയൊരു പ്രചോദനമായി മാറിയിട്ടുണ്ട്. ചരിത്രത്തിലെ ഈ വൈരുദ്ധ്യങ്ങളാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻപും ഈ വിഷയത്തിൽ യുക്രൈനും പോളണ്ടും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പോളണ്ട് പലപ്പോഴും സംയമനം പാലിക്കുകയായിരുന്നു. റഷ്യക്കെതിരെയുള്ള പോരാട്ടത്തിൽ യുക്രൈന് ഏറ്റവും കൂടുതൽ സൈനികവും മാനുഷികവുമായ സഹായങ്ങൾ നൽകിയ രാജ്യങ്ങളിൽ മുന്നിലാണ് പോളണ്ട്. എന്നാൽ തങ്ങളുടെ ചരിത്രപരമായ മുറിവുകളെ അവഹേളിക്കുന്ന നിലപാടുകൾ യുക്രൈൻ സ്വീകരിച്ചാൽ ആ സഹായങ്ങൾ നിലച്ചേക്കാമെന്ന ഭീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ പോളണ്ടുമായി ഒരു ശത്രുത എന്നത് ചിന്തിക്കാൻ പോലും ആകാത്ത കാര്യമാണ്. നാറ്റോയിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കുമുള്ള യുക്രൈന്റെ പാതയിലെ ഏറ്റവും വലിയ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നത് പോളണ്ടാണ്. യൂറോപ്യൻ രാജ്യങ്ങളെ യുക്രൈന് അനുകൂലമായി അണിനിരത്തുന്നതിൽ പോളണ്ട് വഹിച്ച പങ്ക് ചെറുതല്ല. അങ്ങനെയൊരു സഖ്യകക്ഷിയെയാണ് ഒരു ചരിത്രപരമായ തീരുമാനത്തിന്റെ പേരിൽ സെലൻസ്കി ഇപ്പോൾ പിണക്കിയിരിക്കുന്നത്. ചരിത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഉഭയകക്ഷി ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ സംഭവം. ദേശീയതയും രാജ്യസ്നേഹവും ആളിക്കത്തിക്കാൻ ചരിത്ര പുരുഷന്മാരെ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുമെങ്കിലും അത് നയതന്ത്ര തലത്തിൽ വലിയ തിരിച്ചടികൾക്ക് കാരണമാകാം. റഷ്യക്കെതിരെ പൊരുതാൻ തങ്ങളുടെ സൈന്യത്തിന് ആവേശം പകരാൻ വേണ്ടി സെലൻസ്കി സ്വീകരിച്ച ഈ നടപടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും വലിയ വിദേശ നയ ലക്ഷ്യങ്ങൾക്ക് വിലങ്ങുതടിയായി മാറിയിരിക്കുകയാണ്. പോളണ്ടിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഈ കടുത്ത നിലപാട് സെലൻസ്കിയെ വലിയൊരു ധർമ്മസങ്കടത്തിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. സ്വന്തം രാജ്യത്ത് നായകന്മാരായി വാഴ്ത്തപ്പെടുന്നവരെ തള്ളിപ്പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. മറുവശത്ത് പോളണ്ടിന്റെ പിന്തുണയില്ലാതെ നാറ്റോ അംഗത്വം എന്നത് വെറുമൊരു സ്വപ്നമായി അവശേഷിക്കുകയും ചെയ്യും. ഈ രണ്ട് താല്പര്യങ്ങൾക്കുമിടയിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നത് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. പോളണ്ട് സർക്കാരിന്റെ ഈ കടുത്ത നിലപാടിന് പിന്നിൽ ആഭ്യന്തര രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും ചില നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. പോളണ്ടിൽ അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പുകളും വലതുപക്ഷ പാർട്ടികളുടെ സ്വാധീനവും ഈ തീരുമാനത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടാകാം. ദേശീയ വികാരങ്ങൾ ആളിക്കത്തിച്ച് വോട്ട് നേടാനുള്ള ഒരു തന്ത്രമായും ഇതിനെ കാണുന്നവരുണ്ട്. എന്തു തന്നെയായാലും ഈ തർക്കം ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വിശ്വാസ്യതയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഉടനടി നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ അത് പരോക്ഷമായി റഷ്യയ്ക്ക് വലിയ
വലിയൊരു നേട്ടമായി മാറും. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുക്രൈനും പോളണ്ടിനും ഇടയിൽ വിള്ളലുകൾ വീഴുന്നത് കാണാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഏറെക്കാലമായി കാത്തിരിക്കുകയാണ്. ഈ തർക്കം മുതലെടുത്ത യുക്രൈനെ യൂറോപ്പിൽ ഒറ്റപ്പെടുത്താൻ റഷ്യ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. യുദ്ധം ദീർഘിക്കുന്ന സാഹചര്യത്തിൽ യുക്രൈനിൽ തങ്ങളുടെ സഖ്യകക്ഷികളുടെ നിരുപാധികമായ പിന്തുണ അത്യാവശ്യമാണ്. ആയുധങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കുമായി യൂറോപ്പിനെ ആശ്രയിക്കുന്ന യുക്രൈന് പോളണ്ടിനെ പോലൊരു രാജ്യത്തിന്റെ അതൃപ്തി താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. ചരിത്രത്തിലെ കറുത്ത ഏടുകളെ മറന്ന് ഒരു പുതിയ അധ്യായം തുടങ്ങാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. വോൾഹീനിയ കൂട്ടക്കൊല എന്ന ചരിത്രപരമായ മുറിവ് യുക്രൈന്റെ ഭാവി തീരുമാനിക്കുന്ന നിർണായക ഘടകമായി മാറിയിരിക്കുകയാണ്. സ്റ്റെപ്പാൻ ബന്ധേരയെയും യുപിയെയും ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ പരിഹരിക്കാതെ യുക്രൈന് ഇനി യൂറോപ്യൻ യൂണിയനിലേക്കോ നാറ്റോയിലേക്കോ കടക്കാനാകില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഈ പ്രതിസന്ധിയെ സെലൻസ്കി എങ്ങനെ മറികടക്കുമെന്നത് അദ്ദേഹത്തിന്റെ നയതന്ത്ര വൈദഗ്ധ്യത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണമായിരിക്കും.